everyone, welcome back to Silent Learning. It's me, Jamshad. Today, in this short video, we are going to learn the degrees of comparison. അതായത് നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററിലോ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ ഈ ഒരു ചാപ്റ്ററിലെ ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ ഒരു ആക്ടിവിറ്റിയാണ്, നമുക്ക് സെറ്റാക്കാം. ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അത് ഒതൻറ്റിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊരു വേർഡ് കിട്ടിയാലും അത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിത് സെറ്റാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പിന്നെ ഏത് വേർഡ് കിട്ടിയാലും നിങ്ങൾ സെറ്റാക്കും. ഓക്കെ, ആക്ച്വലി നമ്മുടെ പേജ് നമ്പർ 22 ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ട്. അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീയിൽ നിങ്ങൾ ഈസി ആയിട്ട് സെറ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദി ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ളത് മൂന്ന് ഡിഗ്രീസ് ആണ് ആക്ച്വലി ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഡിഗ്രി, അതുപോലെ തന്നെ കമ്പാരേറ്റീവ് ഡിഗ്രി, ലാസ്റ്റ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ പേരൊന്നും പഠിച്ചു വെക്കണമെന്നില്ല, ഈ ഒരു സിസ്റ്റം പഠിച്ചു വെച്ചാൽ മതി. ബിഗ്ഗസ്റ്റ് കേൾക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ചില സമയത്തൊക്കെ ഇതല്ലാതെ ഒരു എക്സെപ്ഷൻ സാധനങ്ങൾ വരാനുണ്ട്. അതൊക്കെ കൂടി തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തത് പോസിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഡിഗ്രി എന്നുള്ള മറ്റു രണ്ട് പേരുകളുണ്ട്. ഇതെങ്ങനെ വരും? എർത്ത് ഈസ് ലാർജ്. എർത്ത് എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് വലുതാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊന്നിനെയും കമ്പയർ ചെയ്യുന്നില്ല. മോഡിഫൈസ് നൗൺസ് വിത്തൗട്ട് ദ നീഡ് ഓഫ് കമ്പാരിസൺ. മറ്റൊരു വേർഡിനോട് കമ്പാരിസൺ ചെയ്യാതെ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു നൗണിനെ എന്താണ് മോഡിഫൈ ചെയ്യാണ്. ആ ഒരു നൗണിനെ ഒന്ന് ഉഷാറാക്കി പറയാണ്. ദിസ് ഫോൺ ഈസ് സ്മാർട്ട്. ഓക്കെ, വേറൊരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എന്താക്കാണ്, ജസ്റ്റ് ഡെഫിനറ്റ്ലി അതിനെ മാത്രം എന്താക്കണം, ഒരു കാര്യം പറഞ്ഞിട്ട് എന്താണ് മോഡിഫൈ ചെയ്യാണ്, ഒരു പുകഴ്ത്താന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നതിനാണ് എന്ത് പറയാം, പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയാം. ഇനി മുതലാണ് നമുക്ക് മെയിനായിട്ട് കാര്യങ്ങൾ, ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പരിപാടീസാണ്. രണ്ടാമത്തത് കേട്ടോ, രണ്ടാമത്തത് കമ്പറേറ്റീവ് ഡിഗ്രി. എന്താണ് രണ്ടാമത്തത്? കമ്പറേറ്റീവ് ഡിഗ്രി. ഇതിലെ മെയിൻ സാധനമാണ് ദാൻ. രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, എർത്തിനെ മാസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. കമ്പറേറ്റീവ് ഡിഗ്രി യൂസ്ഡ് ടു കമ്പയർ ടു തിങ്സ്. രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി കമ്പറേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. എർത്ത് ഈസ് ലാർജർ ദാൻ മാർസ്. മാർസിനേക്കാൾ വലുതാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ലാർജ് എന്തായടാ, ജസ്റ്റ് ഒരു എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് എന്തായി, ലാർജർ എന്നായി മാറിയിട്ടുണ്ട്. സോ ലാർജർ. ഓക്കെ, ദാൻ എന്നുള്ളൊരു പുതിയ വേർഡ് നമ്മളിവിടെ ആഡ് ചെയ്തല്ലോ. അതാണ് ഈ ഒരു കമ്പാരേറ്റീവ് ഡിഗ്രിയിലെ മെയിൻ ഒരു മാറ്റം എന്ന് പറയുന്നത്. ദാൻ അവിടെ കൂടിയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു മോഡിഫയർ എന്തായിട്ടുണ്ട്, ലാർജ് എന്നുള്ളത് ലാർജർ എന്നായിട്ടുണ്ട്. കൂടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ. യെസ്. അപ്പോൾ ചില സമയത്ത് ആംഗ്രി എന്നാണെങ്കിൽ, ആംഗ്രി എന്നുള്ള വേർഡ് ആണെങ്കിൽ ആംഗ്രിയുടെ ലാസ്റ്റ് വൈയും അയച്ചിട്ടായിരിക്കും ആംഗ്രിയർ എന്താക്കും, ചേർത്ത് കൊടുക്കും. ഓക്കെ, ചില വാക്കിന്റെ ലാസ്റ്റ്, ഓക്കെ, ചില വാക്കിന്റെ ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, മാത്രം എന്താക്കിയാൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഇല്ലാത്ത വേർഡുകളുടെ സ്മാർട്ട് ആണെങ്കിൽ സ്മാർട്ടർ, ഓക്കെ, ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ വേണ്ട, ഇവിടെ ആക്ച്വലി മാത്രം ചേർത്താൽ മതി. കാരണം ലാർജിൽ എന്തുണ്ട്, ഓൾറെഡി ഉണ്ട്. ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതല്ലാത്ത എക്സെപ്ഷൻ ഉണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലിലേക്ക് പോവാണ്. കണ്ടോ. യെസ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? യൂസ്ഡ് ടു കമ്പയർ 3 or more things. 3 അതിലധികമോ വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. സാറ്റേൺ ഇതിൽ 3 ഏറ്റവും വലുതേതാ? സാറ്റേൺ ആണല്ലോ. സാറ്റേൺ ഈസ് ദ ലാർജസ്റ്റ്. സാറ്റേൺ ആണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത്. അപ്പോൾ 2-ലധികം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം ആക്ച്വലി സൂപ്പർലേറ്റീവ് ഡിഗ്രി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വന്ന മാറ്റം കണ്ടോ? യെസ്, ഈ ലാർജസ്റ്റ് എന്നുള്ള ഈ ഒരു മോഡിഫയറിന്റെ മുമ്പ് എന്ത് കൂടിയിട്ടുണ്ട്? എന്നുള്ളത് എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഓൾവേസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഓൾവേസ് ഈ എന്നുള്ള ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇവിടെ ലാർജ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ എന്താക്കി, ഈ ചേർത്തു അല്ലെങ്കിൽ ചേർക്കണം ഡെഫിനറ്റ്ലി. ഈ ഒരു കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത്, ലാസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുന്ന സമയത്ത് ചേർത്ത മാറ്റം നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. EST. ഓക്കെ, ലാർജ് എന്ന് മാത്രമാണെങ്കിൽ ആക്ച്വലി ST ചേർത്ത് കൊടുത്താൽ മതി. അല്ല, ഓക്കെ, സ്മാർട്ട് പോലെയുള്ള അവസാനം ഇല്ലാത്ത വേർഡുകളാണെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കും? യെസ്, നമുക്ക് ജസ്റ്റ് എഴുതാം. ഓക്കെ, സ്മാർട്ട്. ഓക്കെ, ഇതിലെന്തില്ല, ഇല്ല. അപ്പോൾ നമ്മൾ കമ്പാരേറ്റീവ് ഡിഗ്രി ആവുന്ന സമയത്ത് സ്മാർട്ടർ എന്നാക്കും. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി ആവുന്ന സമയത്ത് സ്മാർട്ടസ്റ്റ്. ഓക്കെ, സിമ്പിൾ.
ഓക്കെ, ഈ ഒരു വേർഡ് നമുക്ക് നോക്കാം, കംപ്ലീറ്റ് സെന്റൻസ് നോക്കാം. സാറ്റേൺ ഇസ് ദ ലാർജസ്റ്റ് എമംഗ് ദ 3 planets. ഈ 3 പ്ലാനറ്റിലും കൂടി ഏറ്റവും വലുത് ഏതാണ്? നമ്മുടെ സാറ്റേൺ ആണെന്നാണ് പറയുന്നത്. ഇനിയാണ് മെയിൻ പോയിന്റ്. നമ്മുടെ എക്സെപ്ഷണൽ കേസുകൾ കുറച്ച് സംഭവമുണ്ട്. ചില വേർഡുകൾ കണ്ടോ, ചില വേർഡുകൾക്ക് ഇങ്ങനെ ER ചേർത്തിട്ടോ അല്ലെങ്കിൽ EST ചേർത്തിട്ടോ അല്ല കമ്പാരേറ്റീവ് ഡിഗ്രി അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഉണ്ടാക്കുന്നത്. അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മോർ ആണ് അല്ലെങ്കിൽ മോസ്റ്റ് ആണ്. വണ്ടർഫുൾ എന്നുള്ളതിനെ വണ്ടർഫുള്ളർ അല്ലെങ്കിൽ വണ്ടർഫുള്ളസ്റ്റ് എന്നൊന്നും നമ്മൾ പറയില്ല, അവിടെ മോർ ആണ് ചേർക്കാറുള്ളത്. മറ്റൊരു എക്സാമ്പിൾ ഹാൻസം, മോർ ഹാൻസം അതുപോലെ തന്നെ മോസ്റ്റ് ഹാൻസം എന്നാണ് പറയുക, അല്ലാതെ എന്താ പറയില്ല ഹാൻസമർ ഹാൻസമസ്റ്റ് എന്ന് പറയില്ല. അങ്ങനെ ചില വേർഡുകൾക്ക് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? മോർ അല്ലെങ്കിൽ മോസ്റ്റ് ചേർത്ത് കൊടുക്കും. അത് ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുമോ ഈ വേർഡിന് അങ്ങനെ സൂട്ടബിൾ അല്ല. അപ്പം നമുക്ക് എന്താക്കാം? മോർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മോസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അല്ലാത്ത ചില വേർഡുകൾക്ക് മോറും മോസ്റ്റും അല്ല, അതിന് ഓട്ടോമാറ്റിക്കലി ചില വേർഡുകൾ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഗുഡിന് ബെറ്റർ, ഗുഡിന്റെ കമ്പാരേറ്റീവ് ഡിഗ്രി ആണ് ബെറ്റർ. ദിസ് ഫോൺ ഈസ് ബെറ്റർ ദാൻ ദിസ് ഫോൺ. ഓക്കെ, ദിസ് ഫോൺ ഈസ് എ ഗുഡ് ഫോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു 2 ഫോൺ വെച്ചിട്ട് പറയാണ്, തൽക്കാലം റിമോട്ടാണ്. ഓക്കെ, 2 ഫോണാണെന്ന് കരുതുക. ഓക്കെ, ദിസ് ഫോൺ ഈസ് ബെറ്റർ ദാൻ ദിസ് ഫോൺ. ഓക്കെ, ദിസ് ഫോൺ ഈസ് ബെറ്റർ ദാൻ ദിസ് ഫോൺ. ഓക്കെ, നമുക്ക് 2 പേര് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ യൂസ് ചെയ്യും. അപ്പോൾ 3 ഫോൺ ഉണ്ടെങ്കിൽ ഇവിടെ മൗസ് ആണുള്ളത്. ഓക്കെ, ദിസ് ഡിവൈസ് ഈസ് ബെസ്റ്റ് എമംഗ് ദീസ് 3. ഈ 3 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്ന സമയത്ത് അവിടെ ബെസ്റ്റ് യൂസ് ചെയ്യുന്നത് 2-ലധികം വസ്തു ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെ ബാഡ് ഉണ്ട്, വേഴ്സ് ഉണ്ട്, വേഴ്സ്റ്റ് ഉണ്ട്. ഇത് ബാഡ് ഒരു കാര്യം മാത്രം പറയുന്ന, ഒരു വസ്തുവിനെ മാത്രം പറയുന്ന സമയത്ത് ബാഡ് പറയാം. 2 എണ്ണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ വേഴ്സ്. ഓക്കെ, വേഴ്സ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും വേഴ്സ് സ്റ്റുഡൻ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി മറ്റു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. മറ്റു സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേഴ്സ്റ്റ് ആയിരിക്കും. പക്ഷേ യു ഗൈസ് ആർ ബെസ്റ്റ്, ഐ നോ. ഓക്കെ, വരവർ എന്തായാലും ഇങ്ങനെ 2 എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ മറ്റൊക്കെ എന്താണ്? ഈസിയാണ്, സെറ്റാണ്. ഇത് നമുക്ക് എന്താക്കാൻ പറ്റും? ചില വേർഡുകൾ, കുറച്ച് വേർഡുകൾ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ കണ്ടെത്തുക, സെറ്റാക്കുക. അതിനൊരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുവിധം കോമൺലി വരുന്ന വാക്കുകളുടെയൊക്കെ അതിൻ്റെ കമ്പാരേറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്താക്കാം, ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കാം, പഠിച്ചു വെക്കുക, സെറ്റാക്കാം. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, സെറ്റ്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് സബ്സ്ക്രൈബ്, കാരണം ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഇനി വരുന്നുണ്ട്. യെസ്, അതുപോലെ തന്നെ ഹാൻസം വേണ്ട, ഹാൻസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈസി വേണ്ട, ഈസി. ഈ ഒരു വേർഡിൻ്റെ കമ്പാരേറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റാണല്ലോ. അതുപോലെ നമ്മൾ ധാരാളം ലൈവ് സെഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ലൈവ് സെഷൻ്റെ ഒക്കെ നമ്മുടെ ആ ഒരു സ്ലൈഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, അവൈലബിൾ ആവാൻ വേണ്ടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ഒക്കെ സ്ലൈഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലത്തെ ധാരാളം വീഡിയോസ് നമുക്ക് ഇനി കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ജംഷാദ്. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. ബൈ.